വെൽക്കം ടു നോവീസ് വേൾഡ്. അപ്പോൾ ഇഷ്ടം മാത്രം നമ്മുടെയൊക്കെ ഫേവററ്റ് സീരിയലല്ലേ. സമയം മാറുകയാണ്. ഇന്ന് മുതൽ രാത്രി 10 മണിക്കാവുന്നുണ്ട്. അപ്പം എനിക്ക് കാണാനായിട്ട് അത് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടെ കാണുന്ന ഒരു സീരിയലായിരുന്നു. ഞാൻ എന്തായാലും അത് കാണാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണണം, അപ്പോൾ അത് കാണും. അപ്പം അപ്പം ഞാൻ അത് മുതൽ ഇനി മുതൽ റിവ്യൂ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നും ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് അഷിത മറ്റേ സുജിയുടെ റൂമിലൊക്കെ വന്നിട്ട് സുജിയെടുത്ത് പറയും, എടി നിനക്കെങ്കിലും എന്നെ ഒന്ന് വന്ന് കണ്ടുകൂടെ, നീയും എന്നെ മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ പരിഭവത്തിലൊക്കെ ചോദിക്കും. അപ്പോൾ പുറത്ത് അച്ഛനും അമ്മയും ഒക്കെ പറയുന്നു, എന്നാലും ഇവളിങ്ങനെ സംസാരിക്കുന്നല്ലോ, അവളുടെ വിഷമം കൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും സുജിയും അഷിത എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു വളരെ എപ്പോഴും പല നമ്മൾ സോഷ്യൽ ഓരോ മെസ്സേജ് തരുന്ന ഒരു സീരിയലായിട്ട് ഇഷ്ടം മാത്രമേ എപ്പോഴും തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ പെൺകുട്ടികൾ അവരവരെ സ്റ്റാൻഡ് നിൽക്കണം എന്നുള്ള ഒരു രീതിക്ക് പറയുന്നതായിട്ട് തോന്നി. അങ്ങനെ അഷിത ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് ഇഷിത കയറി വരുന്നുണ്ട്. അന്നേരം അഷിത പറയുന്നു, ഇനിയിപ്പോൾ PSCയുടെ ജോലിയൊക്കെ കിട്ടി, എന്നാലും അതുവരെ ലിസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, അതറിയാമല്ലോ, കുറച്ച് താമസമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് വേറെ ജോലിയൊക്കെ ചെയ്യണം, അതിന് ഡോക്ടറിൻ്റെ പവറും പത്രാസവും ഒന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഷിത ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. അപ്പം എല്ലാവരും ഒരു ഞെട്ടലിലൊക്കെ നിൽക്കുകയാണ്. എന്നാലും ഇവളിങ്ങനെ സംസാരിക്കുന്നല്ലോ, ഇഷിതയൊക്കെ ഇങ്ങനെ ഞെട്ടലിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ അച്ഛനും അമ്മയൊക്കെ പറയുന്നു അവൾ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കണം. അങ്ങനെ മരുമോനെയൊക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇഷിതയുടെ അമ്മ. പക്ഷേ അയാളൊരു അത്ര സപ്പോർട്ടീവല്ല. എന്തെങ്കിലും ആവശ്യത്തിനാണോ വിളിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഫോണൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്ക് ഇഷിത പറയാണ്, ഇഷിത ചെന്ന് വീട്ടിൽ സംസാരിക്കാമെന്ന് പറയുന്നു. അച്ഛൻ പോയാൽ അച്ഛന് അതൊരു മാനക്കേടാകും, കാരണം ഇഷിതയാണല്ലോ മനസ്സിനെനിക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഇഷിത എന്ന് സോറി പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അത് അവിടെ ഒരു തീരുമാനമായി. അടുത്ത സീനായിരുന്നു ഞാൻ ഈ എപ്പിസോഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ആകാശിൻ്റെ സീൻ. ആ വീടല്ല വെയിറ്റ് ചെയ്തത്. ആകാശിൻ്റെ വീട്ടിൽ ആകാശ് രചനയെടുത്ത് പറയുകയാണ്, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്, വിനോദ് മാളിയേക്കൽ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം വന്നിരുന്ന ഉടനെ രചന ചോദിക്കുന്നു, എന്നെ അറിയാവോ എന്നൊക്കെ ഈ വിനോദിനോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു അതെന്താ അറിയാത്തെന്ന് ചോദിക്കുമ്പോൾ രചന പറയുക, അല്ല മഹേഷിൻ്റെ അനിയനായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച എന്നൊക്കെ പറയും. മഹേഷിൻ്റെ പേര് കേൾക്കുന്നതോടെ അവിടെ വിനോദിൻ്റെ മുഖം മാറുന്നുണ്ട്. അപ്പോൾ രചനയാണെങ്കിൽ പിന്നെയും നേരത്തെ കോടതിയിലൊക്കെ പറയുന്ന കണക്ക് അങ്ങ് മഹേഷിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നും അങ്ങ് അടിക്കുമായിരുന്നു, അങ്ങനെയാണ് അവളെ സഹിക്കെട്ടാണ് അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വിനോദ് ചാടി എന്നിട്ട് നിർത്തടി എന്നും പറഞ്ഞിട്ട് ലൈക്ക് അപ്പം പറയാം അവൻ്റെ ഏട്ടനെ അവനറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനല്ല, ഏട്ടൻ്റെ സ്നേഹം കാണിക്കുന്നതുകൊണ്ട് നല്ലൊരിതായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ അപ്പോഴത്തേക്ക് ആകാശ് പറയുന്നു, നീ കുറച്ച് കണ്ട്രോളായിട്ടൊക്കെ സംസാരിക്കണ്ടേ, അവന് പിന്നും നോക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതും അങ്ങ് തീരും. പിന്നെ അടുത്ത അമ്മായിയമ്മയുടെ സീൻ. അമ്മായിയമ്മ എന്ന് ഇഷിതയുടെ അമ്മായിയമ്മയും അച്ഛനും ഇഷിതയുടെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും മഹേഷും കൂടെ കഴിച്ചുകൊണ്ടിരിക്കാനാണല്ലോ അവരിങ്ങനെ ഡിസ്കഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ അമ്മായിയമ്മേന്ന് എടുത്ത് പറയാൻ അവിടെ അമ്മായിയമ്മ ടോക്കാണ് നടക്കുന്നത്. അവരിങ്ങനെ പറയുക, ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിനെ അനുസരിക്കണം. മറ്റേ ലേലത്തിന് പോയല്ലോ, അപ്പോൾ മഹേഷിനെ സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇഷിതയെ കൊണ്ടുപോയിട്ട് ഇഷിത ആ ഒരു ലേലത്തിൽ എന്തൊക്കെ റീസൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇഷിതയുടെ തീരുമാനമാണല്ലോ അവിടെ നടന്നത്. അപ്പം ഇഷിത വലിയ MD കളിക്കുന്നു, ഭാര്യ ഭർത്താവ് പറയുന്നത് അനുസരിക്കണം എന്നീ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം ഇഷിത ഇത് കേട്ടുകൊണ്ട് കയറി വരും. ഇഷിതയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോഴത്തേക്ക് എന്താ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെന്ന് ചോദിച്ചിട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മഹേഷിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, ഇഷിത അങ്ങനെ പറഞ്ഞെങ്കിൽ അതെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചോ എന്നൊക്കെ മഹേഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം മഹേഷ് പറയുന്നത് അങ്ങനെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇത്ര ഇത് അങ്ങോട്ട് ഇഷിതയോട് ഈ ഒരു ചോദ്യം ഇങ്ങനെ എത്തത്തേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വിവേകിൻ്റെ ഫോൺ വരുന്നുണ്ട്. അങ്ങനെ വിവേക് വിളിച്ചിട്ട് പറയുകയാണ്, മഹേഷ് TV ഒന്ന് വെച്ച് നോക്കാൻ. അങ്ങനെ മഹേഷ് TV വെച്ച് നോക്കുന്നു. അപ്പോഴാണ് ട്വിസ്റ്റ്. TV വെച്ച് നോക്കുമ്പം ഇങ്ങനെ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ ലേലം വിളിച്ച ഭൂമിയുണ്ടല്ലോ, അത് സർക്കാരിൻ്റെ അവകാശത്തിലുള്ളതായിരുന്നു, അത് വിൽക്കാനും വാങ്ങാനും സർക്കാരിന് അത് പറഞ്ഞിട്ടേ ഉള്ളൂ പറയും. അപ്പം അതവർ ഒരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ്, അതിൽ ആകാശ് വീണ്, അങ്ങനെ ആകാശിൻ്റെ പൈസ പോയി. അപ്പം അവർ തന്നെ കാണിക്കുന്നുണ്ട്, ആകാശ് ഈ സംഭവം ഒന്നും അറിയാതെ അവിടെ നിന്ന് ക്യാമറയിൽ റിപ്പോർട്ടേഴ്സിനോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുക, അവനിനി അവിടെ പുതിയ പ്ലോട്ട് കെട്ടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് വിശദീകരിക്കുക. പിന്നെ ആകാശിനെയാണ് കാണിക്കുന്നത്. ആകാശ് ഇങ്ങനെ നിന്ന് വിശദീകരിക്കുന്നത്. അപ്പോഴത്തേക്ക് ആകാശിനെ മറ്റേ പോലീസ് ഫ്രണ്ട് ഉണ്ടല്ലോ, അയാൾ വന്നിട്ട് അയാളിങ്ങനെ ലെറ്ററും കൊണ്ടൊക്കെ കാണിക്കും. അപ്പോൾ ആകാശ് ഞെട്ടല്ലോ, സത്യമാണോടോ ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആകാശിലാണ് അത് തീർന്നത്.
അങ്ങനെ ആകാശ് 70 കോടി നഷ്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇപ്പം മഹേഷ് രക്ഷയോടെയല്ലേ ചെയ്തത്. അപ്പോൾ അതിന് സോറി പറയുന്നതും അങ്ങനെ മഹേഷ് ഇഷിതയും തമ്മിലുള്ള ഒരു കോമഡി രീതിക്കാണ് അത് അവസാനിച്ചത്. ഇന്ന് കുറച്ച് സ്പീഡായിപ്പോയെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞപ്പം ഞാൻ അടുത്ത ദിവസം കുറച്ചും കൂടെ സ്ലോയിൽ നന്നായിട്ട് ശരിയായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.